ഗ്രേസ് ടി വിയുള്ള ബന്ധത്തിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യപ്രിയപ്പെട്ടവർക്കും വേഗം എന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായിട്ട് നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിൽ ഒരു ചോദ്യം, നീ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്താണ്? അങ്ങ് എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ചെയ്തത്? ഇത് നേരത്തെ എന്നെ ഒന്നും അറിയിച്ചില്ലല്ലോ, ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ഇങ്ങനെ വിഷയങ്ങളുടെ മുമ്പിൽ നാം ദൈവത്തോട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അതിനെ ആസ്പദമാക്കിയ ഒരു ചിന്തയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ സദൃശവാക്യം 25-ന്റെ വാക്യത്തിൽ കാണുവാൻ കഴിയും, കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം, കാര്യം ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം. അർത്ഥം എന്താണെന്നറിയാമോ? ചില കാര്യങ്ങൾ ദൈവം മറച്ചു വെക്കും ഒരു പ്രത്യേക കാലഘട്ടം വരെ. എത്ര കൃപാവരമുള്ളവർ എന്ന് പറയുന്നവർ പ്രാർത്ഥിച്ചാലും ആ വിഷയം വെളിപ്പെട്ട് കിട്ടുകയില്ല. അപ്പം ദൈവം ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ആ കാര്യം മറച്ചിട്ട് ദൈവം സമയത്തത് വെളിപ്പെടുത്തി ദൈവ മഹത്വത്തോടുകൂടെ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന ഒരു ദൈവിക സംവിധാനം ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. വിശുദ്ധ ബൈബിളിൽ തന്നെ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്, ഈ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളതാണ്. അപ്പോൾ അതിനെ ചോദ്യം ചെയ്യാനായിട്ട് നമുക്ക് അവകാശമില്ല. അത് ദൈവമായ യഹോവയ്ക്കുള്ള തന്നെയാണ് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. എന്നാൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തത്തക്കവണ്ണം ദൈവം തക്ക സമയത്ത് അതിനെ മൂടുവിരി മാറ്റിക്കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യും എന്ന തിരുവഴുത്തിൽ നമ്മൾ കാണുകയാണ്. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല എന്ന് ആമോസ് 3:7 കാണും. എന്നാൽ അവിടെ ആ വാക്യത്തിൽ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കും എന്നിവിടെ നമ്മൾ കാണുന്നുണ്ട്. വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യത്തില്ല. പക്ഷേ ഈ സദൃശവാക്യത്തിലെ വാക്യത്തുള്ള ബന്ധത്തിൽ ഒരു കാലഘട്ടം വരെ ദൈവം ചില വിഷയങ്ങൾക്ക് മൂടുവിരിയിടും എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഒരു തെളിവായിട്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. നമ്മുടെ ജീവിതാനുഭവത്തുള്ള ബന്ധത്തിൽ അതിൽ നിന്ന് തട്ടിച്ചു നോക്കുക. ജീവിതത്തിൽ ഭാരമേറിയ ഒരുപാട് വിഷയങ്ങളുമായി ഒരു മറുപടി കിട്ടാതെ, എന്താ എന്നോട് തന്നെ ഇങ്ങനെ ചെയ്യുന്നു, ഞാൻ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഞാൻ നിലവിളിക്കുന്നു, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നു, ഇതെല്ലാം ചെയ്തിട്ട് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്താണ് എന്ന ചോദ്യം എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് അങ്ങനെയുള്ള വ്യക്തികളോട് ഒരാലോചന ദൈവാത്മാവിൽ പറയുകയാണ്. പഴയ നിയമത്തിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ അറിയാൻ സാധിക്കും, ഒരു യോസഫിനെ നമുക്ക് കാണാൻ സാധിക്കും. യോസഫ് തൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഭാവിയിൽ സംഭവിക്കേണ്ടതായ ഒരു കാര്യം സ്വപ്നത്തിൽ കൂടെ ദൈവം സംസാരിച്ച് ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. സ്വപ്നത്തിൽ കൂടെ. എൻ്റെ പ്രിയമുള്ളവരെ, സ്വപ്നത്തിൽ കൂടെ ദൈവത്തിന് സംസാരിപ്പാൻ കഴിയും. ഇതിൻ്റെ ജീവിതാനുഭവത്തിൽ സ്വപ്നത്തിൽ കൂടെ ദൈവം സംസാരിച്ച കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആലോചനയായി അത് മാറുമ്പോൾ, സംഭവിക്കുമ്പോൾ ചിലപ്പോൾ അതിന് വർഷങ്ങൾ പിടിച്ചെന്ന് വരാം, അത് മാസങ്ങൾ പിടിച്ചെന്ന് വരാം, നീണ്ട വർഷങ്ങൾ ചിലപ്പോൾ അത് നടക്കാനായിട്ട് സമയം എടുത്തെന്ന് വരാം. പക്ഷെ ദൈവികമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നടന്നിരിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റും. യോസഫിൻ്റെ ജീവിതത്തിലെ താൻ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം ദൈവം പറഞ്ഞു കൊടുത്തു. ഇപ്പൊ സ്വപ്നം കണ്ടു, സ്വപ്നത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു. അർത്ഥം ഇതാണ്, നിന്റെ വീട്ടിലുള്ള എല്ലാവരും വന്ന് നിന്നെ നമസ്കരിക്കും, അഥവാ നിന്റെ മുമ്പിൽ കുമ്പിടും. ഇതാണ്. എന്നാൽ യോസഫിൻ്റെ ചരിത്രത്തിൽ യോസഫിനെ അപ്പൻ ഏറ്റവും സ്നേഹിച്ചുകൊണ്ട് ഒരു പ്രത്യേക അങ്കിയൊക്കെ അവനെ കൊടുത്ത് ഒരു പ്രത്യേക നിലയിൽ യോസഫിനെ അപ്പൻ പരിപാലിക്കുന്നത് കാണാൻ പറ്റും. ഇത് സഹോദരന്മാർക്ക് അത്ര താല്പര്യമുള്ള വിഷയമായിരുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതാനുഭവത്തിലും പല വിഷയങ്ങളും നമുക്കത് അനുഭവിക്കാൻ പറ്റും. അപ്പൻ അങ്ങനെ ഏറ്റവും കൂടുതൽ അവനെ സ്നേഹിച്ച് ഇങ്ങനെ മുന്നോട്ട് വരവേ താൻ ഈ സ്വപ്നം കണ്ടു. ഒരു ശുദ്ധഗതിക്കാരനായതുകൊണ്ട് ആ സ്വപ്നം തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ എല്ലാവരോടും പറയാനൊക്കത്തില്ലല്ലോ. എന്നാൽ യോസഫ് താൻ കണ്ട സ്വപ്നം അവരോട് തുറന്നു പറഞ്ഞപ്പോൾ അന്ന് മുതലേ യോസഫിനെ ഒരു നോട്ടപ്പുള്ളിയാട്ടി സഹോദരന്മാരെ വെച്ചിരിക്കുകയാണ്. ഒരു ദിവസം അപ്പൻ യോസഫിനോട് പറയുകയാണ്, ആഹാര സാധനങ്ങളൊക്കെ എടുത്തു,
ആടിനെ മേയ്ക്കാൻ പോയിരിക്കുന്ന സഹോദരങ്ങളെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാനായിട്ട് യോസഫിനെ വിടുമ്പോൾ നിങ്ങളുടെ ഭാവനയിൽ കണ്ടോണം, അവർക്ക് കഴിക്കാനുള്ള അപ്പവുമായി അതും ചുമന്ന് യോസഫ് സഹോദരന്മാരെ തേടി ചെന്ന് കണ്ടുപിടിച്ച് സന്തോഷിക്കാൻ തുടങ്ങുമ്പോൾ അവരപ്പക്കൊട്ടയൊക്കെ വാങ്ങിച്ച് താത്തു വെച്ചു. അവർ ചെയ്തത് സ്വന്തം രക്തമായ യോസഫിനെ ഒരു വലിയ പൊട്ടക്കനിലേക്ക് പിടിച്ചിട്ടു. നിങ്ങൾ ചിന്തിക്കുക, ഒരിക്കലും പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഈ സംഭവം കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന വേദന എത്ര വലുതാണ്. അവർക്ക് ആഹാരവുമായിട്ട് ചെന്നതാണ്, പക്ഷേ ഈ സഹോദരന്മാർ യോസഫിനെ ഒരു പൊട്ടക്കനിലിട്ടു. പക്ഷെ യോസഫിനോടൊരു വാഗ്ദത്തമുണ്ട്. യോസഫിന് വാഗ്ദത്ത സന്തതിയാണ്. എന്താ വാഗ്ദത്തം? നിന്റെ വീട്ടിലുള്ള എല്ലാവരും വന്ന് നിന്നെ നമസ്കരിക്കും, നിന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തും. അത് ദൈവിക സ്വപ്നമായി നിൽക്കുമ്പോൾ തന്നെ ഈ പൊട്ടക്കിണറ്റിലേക്ക് തന്നെ പിടിച്ചിട്ടപ്പോൾ ഒരു കാര്യം ചിന്തിച്ചോണം, യോസഫേ, ഈ പൊട്ടക്കിണർ കൊണ്ട് നിന്റെ ജീവിതം അവസാനിക്കുന്നില്ല, നിന്റെ സ്വപ്നം അവസാനിക്കുന്നില്ല. എന്നാൽ ദൈവിക സ്വപ്നമാണ് നീ കണ്ടത്. അതുകൊണ്ട് ഈ പൊട്ടക്കിണറ്റിനപ്പുറമായിട്ട് ദൈവിക സ്വപ്നത്തിനൊരു പൂർണ്ണത നിനക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പൊട്ടക്കിണറിന്റെ അനുഭവം പോലെ ധാരാളം കാര്യങ്ങൾ കടന്നു വരാറുണ്ട്. പക്ഷേ നീ കണ്ട ദൈവിക സ്വപ്നമുണ്ടല്ലോ, നീ കേട്ട പ്രവചന ശബ്ദമുണ്ടല്ലോ, നീ കേട്ട ദൈവിക ആലോചനയുണ്ടല്ലോ, അതൊരിക്കലും അത് അസ്തമിക്കുകയല്ല, ഇവിടം കൊണ്ട് തീരുകയല്ല. എന്നാൽ അതിനപ്പുറത്തൊരു പ്രവൃത്തിയുണ്ട്, ദൈവപ്രവൃത്തിയുണ്ട്. ദൈവത്തിനെ അടുത്ത ഇടപെടലിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. യോസഫിനെ ആര് പിടിച്ചിട്ടോ അവരോട് ദൈവം കയറി ഇടപെട്ടു. ഇവന്റെ രക്തം നിങ്ങളോട് ചോദിക്കും. പെട്ടെന്ന് അവനെ കയറ്റാനായിട്ട് ദൈവം കയറി ഇടപെട്ടു. ഇതിനകത്തൊരു സന്ദേശമുള്ള എന്നറിയാമോ? നീ കേട്ട ദൈവാലോചനയാണെങ്കിൽ, ദൈവിക സ്വപ്നമാണെങ്കിൽ, അതിനിടയിൽ വരുന്ന എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും അതിന് സൊല്യൂഷൻ ഉണ്ടാക്കുന്ന ദൈവം, സൊല്യൂഷൻ ഉണ്ടാക്കുക മാത്രമല്ല, നിന്റെ കൈക്ക് പിടിച്ച് ആര് നിന്നെ പിടിച്ചിട്ടോ അവർ തന്നെ കയറ്റത്തക്കവണ്ണം ദൈവം തമ്പുരാൻ വഴിയൊരുക്കുന്നവരാണ്. പ്രയാസ പ്രതികൂലങ്ങളിൽ ഭാരപ്പെട്ടും തകർന്നും ക്ഷീണിച്ചു വിരിക്കുന്ന ചില ജീവിതങ്ങളോട് ഇന്ന് ഈ സമയത്ത് ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. നിന്റെ കൈക്ക് പിടിച്ച് കയറ്റാനുള്ള നേരമായി, നിന്റെ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നിന്നെ കൊണ്ടുവരാൻ നേരമായി, നിന്നെ ഉയർത്തിയെടുക്കാൻ നേരമായി. ഈ പൊട്ടക്കിണർ കൊണ്ട് അവസാനിച്ചെന്ന് ചിന്തിച്ച വിഷയങ്ങൾക്ക് ഇന്ന് ദൈവാത്മാവ് സംസാരിക്കുകയാണ്. ഇല്ല, നിന്റെ കൈക്ക് പിടിക്കുന്ന ആ കരം ആത്മാവിൽ കണ്ട് സ്തുതിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു നിന്നെ അവിടുന്ന് പൊക്കിയെടുക്കാൻ പോവുകയാണ്. നാളുകളായിട്ട്, മാസങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് ഈ പൊട്ടക്കിണറിന്റെ അനുഭവം പോലെ ഭാരത്തിൽ കിടക്കുന്നില്ല ജീവിതങ്ങളുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു പകലാണിത്. ഈ സന്ദർഭത്തിൽ ദൈവാത്മാവിന്റെ പ്രവൃത്തിക്കായിട്ട് കാത്തിരുന്നു കൊള്ളണം. രണ്ടാമത്തെ കാര്യം, കയറ്റിയിട്ട് യോസഫിനെ ഇശ്മായേലർക്ക് വിറ്റു. ഇശ്മായേലർക്ക് വിറ്റ് കഴിഞ്ഞപ്പോൾ അവിടം കൊണ്ട് അവസാനിച്ചു എന്ന് ചിന്തിച്ച കാര്യങ്ങൾക്ക് ദൈവം പരിഹാരം ഉണ്ടാക്കിയാണ് പിന്നെ നീട്ടിക്കൊണ്ട് പോകുന്നു. വീണ്ടും കഴിഞ്ഞപ്പോൾ ഈ യോസഫിനെ കാണുന്ന രണ്ടാമത്തെ ഒരു സ്ഥലം, താൻ ചെയ്യാത്ത തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അവന് മേൽ കുറ്റം ചാർത്തുമ്പോൾ വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി പാപത്തോട് എതിർത്ത് നിന്ന യോസഫ് അവിടം വിട്ടോടുന്നു എന്ന് കാണുന്നു. ആ യോസഫിനെ ജയിലിലാക്കി, കുണ്ടറയിലാക്കി. അത് രണ്ടാമത്തെ കാര്യമാണ്. ഇപ്പോൾ ഈ വാഗ്ദത്തമുള്ള ദൈവിക സ്വപ്നം കണ്ട യോസഫ് ജയിലിൽ കിടക്കുന്നു, കുണ്ടറയിൽ കിടക്കുന്നു. അത് വളരെ വിഷമമുള്ള കാര്യമാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ആ കുണ്ടറയിൽ നിന്ന് യോസഫിനെ ദൈവം തമ്പുരാൻ കൈക്ക് പിടിച്ച് കയറ്റി. സ്വപ്നം കാണുവാൻ മാത്രം കൃപയുണ്ടായിരുന്ന യോസഫ് കുണ്ടറയുടെ അനുഭവത്തിൽ വന്നപ്പോൾ മറ്റുള്ളവർ കണ്ട സ്വപ്നം വ്യാഖ്യാനിക്കുന്നതായിട്ട് കാണാൻ പറ്റും. രണ്ട് സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു. രണ്ട് സംഭവങ്ങൾ. ഒന്ന്, വാഗ്ദത്തം ലഭിച്ച, ആലോചന ലഭിച്ച, ദൈവിക സ്വപ്നം കണ്ട വാഗ്ദത്ത സന്തതിയായ യോസഫ് ഒരു പൊട്ടക്കിണറിൽ വീഴുന്നു. രണ്ട്, ചെയ്യാത്ത തെറ്റ് അവനെ മേൽ ചുമത്തിയിട്ട് അവനെ ജയിലിലാക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നാട്ട് നമ്മുടെ കുറിവാക്യത്തിലേക്ക് ഓടി വന്നുകയെ, കാര്യം മറച്ചു വെക്കുന്ന ദൈവത്തിന് മഹത്വം, കാര്യം ആരായുന്നത് രാജാക്കന്മാരുടെ മഹത്വം. ഒരു പ്രത്യേക കാലഘട്ടം വരെ ദൈവം ചില കാര്യങ്ങൾ മറച്ചു വെക്കും. എത്ര പ്രാർത്ഥിച്ചാലും, എത്ര കൃപാവരമുള്ളവർ വന്ന് പ്രാർത്ഥിച്ചാലും ദൈവം മറച്ചു വച്ചിരിക്കുന്ന കാര്യത്തിന് ഒരു മാറ്റവും ഇല്ല.
അതിനെ മൂടുവിരി മാറ്റാനായിട്ട് ഇവരെ കൊണ്ട് ആരെക്കൊണ്ടും പറ്റത്തില്ല. എന്നുള്ളൊരു കാര്യം ഓർത്തോണം. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ വേദനയ്ക്ക്, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ കർത്താവ് നിന്റെ കൈക്ക് കയറി ഇന്ന് പിടിച്ചെങ്കിൽ ഒരു കാര്യം ഓർക്കുക, ദൈവ മഹത്വത്തോടുകൂടി ഇത്രയും നാളത്തെ വേദനയ്ക്ക് പരിഹാരം ദൈവം തമ്പുരാൻ തന്നുകൊണ്ട് നിന്നെ ഉയർത്തുകയാണ്. അപ്പൊ ദൈവിക വാഗ്ദത്തങ്ങളുടെ പൂർണ്ണതയിലേക്ക് ഇന്ന് കാലം ദൈവം തമ്പുരാൻ കൊണ്ടുവരികയാണ്. മനസ്സിലാക്കുക. രണ്ട് കാര്യങ്ങൾ ഞങ്ങളെ ഓർപ്പിച്ചൊരു കാരണമുണ്ട്. യോസഫിനോട് എന്താണ് ദൈവം സ്വപ്നം വെളിപ്പെടുത്തിയെങ്കിലും അർത്ഥം വെളിപ്പെടുത്തിയെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ പറയാഞ്ഞത്? അതിനൊരു മൂടുവിരിയിട്ട് വെച്ചു. ഒരു പൊട്ടക്കണ്ടറിനൊരു മൂടുവിരിയിട്ടു, ജയിലറയ്ക്കൊരു മൂടുവിരിയിട്ട് വെച്ചു. ഈ രണ്ട് കാര്യങ്ങളും മറച്ചു വെച്ചത് എന്തുകൊണ്ടാണ്? യോസഫ് പ്രാർത്ഥിക്കാഞ്ഞുകൊണ്ടാണോ? ഒന്നും അല്ലല്ലോ. ദൈവം കേൾക്കാഞ്ഞിട്ടാണോ? അല്ലല്ലോ. വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തത്തക്കവണ്ണം ദൈവം അതിനെ മൂടുവിരിയിട്ട് വെച്ചിരുന്നതിന് രണ്ട് കാരണങ്ങളാണ്. അതെന്താന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മളെക്കാട്ടിൽ നമുക്ക് ഒരു അറിവുണ്ട്, നമുക്ക് ചില വിഷയങ്ങൾക്ക് ഒരു കഴിവുണ്ട്, ഇതെല്ലാം ശരിയാണ്. എന്നാൽ നമ്മളെക്കാൾ നല്ലപോലെ നമ്മുടെ ദൈവത്തിന് നമ്മളെ അറിയാം. അത് പ്രത്യേകം ഓർത്തോണം. നിനക്ക് എത്രത്തോളം താങ്ങാൻ കഴിവുണ്ടെന്ന്, എത്രത്തോളം സഹിപ്പാൻ കഴിവുണ്ടെന്ന്, എത്രത്തോളം ഈ വിഷയം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിവുണ്ടെന്ന് നിന്നെക്കാട്ടി നല്ലപോലെ നിന്റെ ദൈവത്തിനറിയാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് ദൈവം മൂടുവിരിയിട്ടത്, പൊട്ടക്കിണറിൻ്റെയും കുണ്ടറയ്ക്കും മൂടുവിരിയിട്ട ഒരു കാലഘട്ടം വരെ വെച്ചത്, അത് ആദ്യം വെളിപ്പെടുത്താഞ്ഞത്. നമ്മളൊക്കെ പല വിഷയം പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം തന്നെ വെളിപ്പെടുത്തണമെന്നല്ലേ പ്രാർത്ഥിക്കാറ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനും ഇപ്പം തന്നെ അതൊന്ന് വെളിപ്പെട്ട് കിട്ടണമെന്നല്ലേ പ്രാർത്ഥിക്കാറ്. എന്നാൽ ഇവിടെ രണ്ട് വിഷയത്തിന് ദൈവം തമ്പുരാൻ ഒരു മറയിട്ട് വെച്ചു, മൂടുവിരിയിട്ട് വെച്ചു. ദൈവ മഹത്വത്തോടുകൂടെ അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്, ദൈവ സമയത്ത് അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്. എന്നു ചോദിച്ചാൽ, യോസഫിനോട് ആദ്യം പറഞ്ഞതിരിക്കട്ടെ, നീ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം ഇതാണ്, നിന്റെ വീട്ടിലുള്ള എല്ലാവരും വന്ന് നിന്നെ നമസ്കരിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഒരു കാര്യം, നീ പോകുന്ന വഴിക്കുണ്ടല്ലോ ഭയങ്കര പൊട്ടക്കിണറുണ്ട്, നിന്നെ ഇവർ പിടിച്ചതിലിടും. രണ്ട്, നീ ജയിലിൽ കിടക്കേണ്ടി വരും. ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം വെളിപ്പെടുത്തിയാൽ യോസഫ് ആ വഴിയെ പോവുകയില്ല എന്നുള്ളത് യോസഫിനെക്കാട്ടും നല്ലപോലെ ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ആ രണ്ട് കാര്യങ്ങൾക്ക് മൂടുവിരിയിട്ട് വെച്ചു, ആ മറയിട്ട് വെച്ചു. എന്നാൽ ഈ രണ്ട് കാര്യങ്ങളിലും തകർന്നു പോകാതെ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ഒരു കരം, ആ സംരക്ഷണം, അത് ദൈവം യോസഫിന് കൊടുത്തു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, എനിക്ക് സഹിക്കാൻ കഴിയുന്നതും താങ്ങാൻ കഴിയുന്നതും എത്രത്തോളം ഉണ്ടെന്നുള്ളത് എന്നേക്കാൾ നല്ലപോലെ അറിയാവുന്ന ദൈവം. ചില കാര്യങ്ങൾ മുന്നമേ അറിയിച്ചാൽ നിനക്കത് താങ്ങാൻ കഴിയാത്തത് കൊണ്ട്, സഹിക്കാൻ കഴിയാത്തത് കൊണ്ട്, നിനക്ക് ആ നിലയിൽ നീങ്ങാൻ കഴിയാത്തത് കൊണ്ട്, നീ എടുത്ത തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ സാധ്യതയുള്ളത് കൊണ്ട്, പലപ്പോഴും ദൈവോദ്ദേശത്തിൻ്റെ ജീവിതത്തിൽ പൂർണ്ണമാക്കാൻ കഴിയാതെ വണ്ണം അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത് കൊണ്ട് മുന്നമേ ചില വിഷയങ്ങൾ ദൈവം അറിയിക്കാതെ മറയിട്ട് പോകും. പക്ഷെ അറിയിക്കും സമയത്ത് ദൈവമഹത്വത്തോടുകൂടെ ദൈവം അത് അറിയിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ നിരാശപ്പെടുകയോ ചില ചോദ്യങ്ങൾ, ഭാരപ്പെടുകയോ ചില ചോദ്യങ്ങൾ, ഇത്രയൊക്കെ ആയിട്ടും, ഇത്ര പ്രാർത്ഥിച്ചിട്ടും, ഇത്രയും അധ്വാനിച്ചിട്ടും, കർത്താവിനെ ഇത്രത്തോളം സ്നേഹിച്ചിട്ടും എന്നോട് നേരത്തെ ഒന്ന് പറയാമായിരുന്നല്ലോ, പറഞ്ഞില്ലല്ലോ, എൻ്റെ വിഷയത്തിൻ്റെ പരിഹാരം തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭാരപ്പെടുമ്പോൾ ഈ ദൂത്, ഈ ശക്തമായ ഈ ദൂത് ഈ സമയത്ത് ഏറ്റെടുത്ത് മഹത്വം കൊടുത്തുകൊള്ളണം. കാര്യം മറച്ചു വെക്കുന്ന ദൈവത്തിൻ്റെ മഹത്വമാണ്. എന്നാൽ നമ്മുടെ ജോലി ഇത് നടക്കുന്നിടം വരെ ആരാഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഇന്ന് മൂടുവിരിയായി കിടക്കുന്ന, മറഞ്ഞു കിടക്കുന്ന, വെളിപ്പെട്ട് കിട്ടാഞ്ഞ, കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടും നിലവിളിച്ചിട്ടും അതിനർത്ഥം പിടികിട്ടാതെ കിടന്ന ചില വിഷയങ്ങൾക്ക് ഈ സമയത്ത് അത്ഭുതകരമായ ഒരു പോക്കോഴിയോടുകൂടെ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദരീസഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ ഇതുപോലെ ചോദിച്ച ചോദ്യങ്ങൾ മുൻപിൽ കിടക്കുമ്പോൾ വ്യക്തമായി ഇന്ന് ആ ദൂത് പ്രകാശിച്ചു കിട്ടുകയാണ്. നിരാശപ്പെട്ടു പോകല്ലേ, പ്രാർത്ഥന നിർത്തിവെക്കല്ലേ, പ്രത്യേകമായ തീരുമാനത്തോടെ ഉറച്ചു നിന്ന് ദൈവമഹത്വം വെളിപ്പെടുവാൻ വേണ്ടി നിലവിളിക്കുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ, ഈ മാസങ്ങളിൽ സംശയിക്കേണ്ട, നിന്റെ ആ ചോദ്യത്തിൻ്റെ മറുപടി വ്യക്തമായി ദൈവം തരികയാണ്. പൂർണ്ണമായിട്ട് ആശ്രയിക്കണം. ഒരിക്കൽ
ഷിംഷോന്റെ മുൻപിൽ ഒരു വലിയ യുദ്ധം വന്നു. നമുക്കറിയാം, ഒരു വലിയ യുദ്ധം. ആ യുദ്ധം എന്ന് പറയുന്നത് സൂക്ഷിച്ച് പഠിച്ചാൽ ഫിലിസ്റ്റർ വന്ന് തന്നെ ബന്ധിച്ചു, തൻ്റെ സ്വാതന്ത്ര്യമെല്ലാം നഷ്ടപ്പെട്ടു. ആ സന്ദർഭത്തിൽ തന്നെപ്പറ്റി ദൈവത്തിന് പ്ലാൻ ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ സംഭവിച്ചത്, തകർന്നു പോകാതെ തന്നെ നിലനിർത്താൻ വേണ്ടി ആ സമയത്ത് യഹോവയുടെ ആത്മാവ് തൻ്റെ മേൽ വന്നു എന്നാണ് കാണുന്നത്. യഹോവയുടെ ആത്മാവ് മേൽ വന്നപ്പോൾ പെട്ടെന്ന് യഹോവയുടെ സകലവും കീഴ്പ്പെടുത്താൻ കഴിയുന്ന ദൈവത്തിന്റെ വ്യാപാര ശക്തി ആയതുകൊണ്ട് തീങ്കിൽ ഒരു ചണം കത്തി ചാമ്പലാകുന്നത് പോലെ തന്നെ ബന്ധിച്ച ബന്ധനങ്ങൾ മുഴുവൻ തകർന്നുപോയി. ബന്ധനത്തിൽ ഇരിക്കുന്നെങ്കിൽ, ബന്ധിക്കപ്പെട്ട അനുഭവത്തിലിരിക്കുന്നെങ്കിൽ, മനുഷ്യനായാലും പിശാചായാലും നിന്നെ ബന്ധിച്ചൊരു അനുഭവത്തിൽ ഇന്ന് പോലക്കാലം വരുന്നതിന് മറുപടി കിട്ടുന്നില്ലെങ്കിൽ, വ്യക്തമായിട്ട് ഓർപ്പിക്കട്ടെ, ക്ഷണനൂല് തീയിൽ കരിഞ്ഞ് ചാമ്പലാകുന്നത് പോലെ ഈ സമയത്ത് ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി ദൈവാത്മാവ് നിന്റെ വീട്ടിനകത്ത് ചെയ്യുന്നു, നിന്റെ തലമുറയിൽ ചെയ്യുന്നു, നിന്നിൽ ചെയ്യുന്നു. നിന്റെ ശുശ്രൂഷയുടെയും നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെയും ഒക്കെ മുൻപോട്ടുള്ള നീക്കത്തെ ഒരു ബന്ധിച്ച അനുഭവത്തിൽ ഇട്ടിരിക്കുന്നത് പോലെ ദൈവാത്മാവ് കാണിക്കുമ്പോൾ അതൊരു ചണനൂൽ പോലെ തീയിൽ കരിയുന്നത് പോലെ, ഭസ്മമാകുന്നത് പോലെ ഈ പകൽക്കാലം ദൈവപ്രവൃത്തിയോടെ വെളിപ്പെടുകയാണ്. പൂർണ്ണമായിട്ട് ആശ്രയിച്ച് സ്തോത്രം ചെയ്യുന്നെങ്കിൽ അത് ദൈവ മഹത്വത്തോടുകൂടെ തന്നെ കഴിഞ്ഞ കാലങ്ങളിലെ നിലവിളിയുടെ മറുപടി ഈ സമയത്ത് ദൈവം തരികയാണ്. എന്നാൽ അവിടെ തനി വിടുതലിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായൊരു സംഭവം നിങ്ങൾ നോക്കിയേ. പെട്ടെന്ന് ദൈവം ചൂണ്ടിക്കാണിക്കുകയാണ്, തൊട്ടടുത്ത് തന്നെ കിടക്കുന്ന ഒരു കഴുതയുടെ താടിയല് ചൂണ്ടിക്കാണിച്ചു. നീ ഇത് എങ്ങനെ പരിഹരിക്കുമെന്ന് അറിയാൻ പാടില്ലാത്ത വിഷയത്തിന് മുമ്പിൽ ഈ സമയത്ത് ദൈവാത്മാവിന് പറയാനുള്ളത്, നിന്റെ സമീപത്ത് തന്നെ കിടക്കുന്ന ഈ വിഷയത്തിന്റെ പരിഹാരമായ കഴുതയുടെ പച്ചത്താടിയല് അത് കാണുവാൻ കഴിയാതെ ഒരു മൂടൂരിയായിട്ട് വെച്ചെങ്കിൽ, ദൈവം മഹത്വത്തോടുകൂടി ആ മൂടൂരി മാറ്റിയ കഴുതയുടെ പച്ചത്താടിയിൽ കൊണ്ട് ഈ ശത്രുക്കളെ കുന്ന് രണ്ടെന്ന് പറഞ്ഞ് തകർക്കുവാനിടയായെങ്കിൽ, ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് മഹത്വത്തോടുകൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാണ്. സംശയിക്കേണ്ട, കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിന് മഹത്വം, കാര്യമാരായുന്നത് രാജാക്കന്മാരുടെ മഹത്വം. മരുഭൂമിയിൽ ഇസ്രായേൽ മക്കളുടെ യാത്രാവേളയിൽ നന്നാദാഹിച്ച ജനം, അവർക്ക് കുടിക്കാനായിട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ അത് കൈപ്പേറിയ അനുഭവം, മാറിയുടെ അനുഭവം. എന്നാൽ അവിടെ തൊട്ടടുത്ത് തന്നെ ഇവര് അവിടെ വാസ്തവത്തിൽ അവര് വലിയ പുരുഷാരമായിട്ട് അവിടെ തമ്പടിച്ചെങ്കിൽ, തൊട്ടടുത്ത് തന്നെ ഈ കയ്പ് മാറ്റുന്ന ഒരു വൃക്ഷം അവരുടെ അടുക്കലുണ്ടായിരുന്നു. ചിന്തിക്കുക, മോശയുടെ നിലവിയുടെ മുമ്പിൽ ആ വൃക്ഷത്തെ കാണിച്ചു കൊടുക്കണം വരെ, ദൈവമഹത്വത്തോടുകൂടെ അത് വെളിപ്പെടുത്തണം വരെ അതിന് മൂടുരിയിട്ട് വെച്ചിരുന്നു. തൊട്ടടുത്ത വൃക്ഷമാണ് അത്. ആ വെള്ളത്തിൽ വന്നപ്പോൾ അത് മധുരമായി. ഞാനിപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതിൻ്റെ ഉദ്ദേശം അറിയാമോ? ചില കാര്യങ്ങൾ ദൈവം വരാൻ മറച്ചു വെച്ചിരിക്കുന്നു. മറച്ചു വെച്ചാൽ അതിനകത്ത് നിരാശപ്പെട്ടു പോകണ്ട. അതിനപ്പുറമായിട്ടൊരു ദൈവമത്തോട് പ്രവൃത്തിയുണ്ട്. നിന്റെ വീട്ടിനകത്തത് ഇന്ന് വെളിപ്പെടാൻ പോവുകയാണ്. നിന്റെ ഭവനത്തിൽ വെളിപ്പെടുന്നു, തലമുറയിൽ വെളിപ്പെടുന്നു. അവർക്ക് കാര്യം മറച്ചു വെക്കുന്ന ദൈവത്തിന് മഹത്വം. നീ ക്ഷീണിക്കരുത്, ആരാഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ അലട്ടിക്കൊണ്ടെങ്കിൽ ചില പ്രശ്നങ്ങൾക്ക് ഇന്ന് വിടുതൽ നിശ്ചയമെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. സമ്പൂർണ്ണമായി സമർപ്പിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ചാട്ട് ബന്ധിക്കപ്പെട്ട ജീവിതങ്ങൾ, രോഗത്താൽ ഭാരപ്പെട്ട ജീവിതങ്ങൾ, തകർന്ന ജീവിതങ്ങൾ, എന്നോടിങ്ങനെ ചെയ്ത് എന്താണെന്ന് ചോദിക്കുന്ന ജീവിതങ്ങൾ ഇന്ന് പകൽവേളയിൽ അത്ഭുത വിടുതൽ പ്രാപിച്ചിരിക്കാൻ സ്തോത്രം. നസറനായ യേശുവിൻ്റെ നാമത്തിൽ വിടുതലാകട്ടെ. അത്ഭുതങ്ങൾ ചെയ്തിരിക്കാൻ സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശുവിൻ തന്നെ നാമത്തിൽ തന്നെ.